വേഴ്സറ്റൈൽ. എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാവ്, versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ ദേശാടന കിളികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇവയുടെ ആവാസ കേന്ദ്രമായ പുൽക്കാടുകൾക്ക് വീണ്ടും തീയിട്ട നിലയിൽ. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് താഴെയാണ് പുഴയിലെ പുൽക്കാടുകളിൽ വൻ തീപിടുത്തമുണ്ടായത്. 3 ഏക്കറോളം പ്രദേശത്താണ് പകൽ മുഴുവൻ തീ കത്തിക്കയറിയത്. രാജ്യാന്തര നീർപക്ഷി കണക്കെടുപ്പിന്റെ ഭാഗമായി പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി പൂർത്തിയാക്കിയ സർവേയിൽ 50 ഇനം പക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്താണ് വീണ്ടും ക്രൂരമായ അതിക്രമം. പക്ഷികളുടെ വൈവിധ്യത്തിന് കുറവില്ലെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എണ്ണം കുത്തനെ കുറഞ്ഞെന്നായിരുന്നു പക്ഷി നിരീക്ഷകരുടെ സർവേയിലെ കണ്ടെത്തൽ. ഇതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇതേ ഭാഗത്ത് തീയിട്ട സാഹചര്യം. പക്ഷികൾ കൂടുകൂട്ടുന്ന പുൽക്കാടുകളിലൂടെയും ആറ്റുവഞ്ചി ചെടികൾക്കിടയിലൂടെയുമാണ് തീ പടർന്നു കയറിയത്. തീപിടുത്തത്തിനിടെ പക്ഷികൾ കൂട്ടത്തോടെ ആർത്തലച്ച് വട്ടമിട്ട് പറക്കുന്നതും കാണാമായിരുന്നു. നവംബർ മുതൽ ഫെബ്രുവരിയുള്ള തണുപ്പ് കാലത്താണ് ഭാരതപ്പുഴയിൽ ദേശാടന പക്ഷികൾ എത്താറുള്ളത്. മണൽ പരപ്പിലെ ആറ്റുവഞ്ചി ചെടികൾക്കിടയിലും പുൽക്കാടുകളിലും മുട്ടയിടുന്ന പക്ഷികൾ ഇവ വിരിഞ്ഞ ശേഷമാണ് ഇവിടം വിട്ടു പോകാറുള്ളത്. 5 വർഷം മുമ്പ് പ്രശ്നത്തിൽ ഇടപെട്ട ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ച പരിഹാര നടപടികൾ പോലും ഇതുവരെ നടപ്പായില്ല. തുടർച്ചയായി എല്ലാ വർഷവും തീയിടൽ ആവർത്തിക്കപ്പെടുമ്പോഴാണ് നടപടികൾ നീളുന്ന അനാസ്ഥ. ഈ വേനലിൽ കഴിഞ്ഞ മാസവും പുഴയിലെ പുൽക്കാടുകൾക്ക് തീയിട്ടിരുന്നു. തീപിടുത്തം സ്വാഭാവികമല്ലെന്നും തീയിട്ടതാണെന്നും വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോഴും നടപടികൾ വൈകുകയാണ്.